പവർക്കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർക്കട്ട് വേണ്ടി വന്നു. അത് വൈദ്യുതി മന്ത്രിയെ സൂചിപ്പിച്ചിട്ട്, പക്ഷെ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് പവർക്കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. കുഞ്ഞുങ്ങളെ അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ എൻ്റെ ഡോക്ടർ കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാര്യം എന്തായാലും ഇനി തീരുമാനത്തിലാവും. കാരണം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ പല്ലിൻ്റെ എണ്ണം കുറയും, അതുപോലെ നിങ്ങളുടെ എല്ലിൻ്റെ എണ്ണം കൂടും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രക്ഷകനായിട്ടാണ് സ്വാമി വരുന്നുണ്ട് ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു കോഴ്സ് ഞാൻ തുടങ്ങുകയാണ്, കണ്ണ് കെട്ടിയുള്ള പരിശീലനം. നിങ്ങൾക്ക് കണ്ണ് കെട്ടി എന്തെങ്കിലും ചെയ്യാനും ഓടാനും വഴി ഒക്കെ നിങ്ങൾക്ക് അതിനുള്ളൊരു വിദ്യ ഒരു മാസത്തെ ഒരു കോഴ്സാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ അറിവുകൾ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്നെ ഒന്ന് ബന്ധപ്പെട്ടോളൂ, എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം നിങ്ങൾക്ക് എങ്ങനെ കണ്ണടച്ച് ഓടി രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ്സാണ് അത് കേട്ടോ. പിന്നെ ഇപ്പോൾ പൈസ ഇല്ലാത്തവർ അവരിപ്പോൾ ഞങ്ങൾക്ക് പൈസ ഉണ്ട്, ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. അപ്പം ഞങ്ങളെപ്പോൾ ഒരു വേറെ ഏതെങ്കിലും രാജ്യങ്ങളവിടെ പോയി ഞങ്ങൾ ചികിത്സ കിട്ടും. പക്ഷേ 5 മിനിറ്റ് കൊണ്ടൊക്കെ, ഒരു സെക്കൻഡ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ ജീവൻ പോണ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിന്നപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളിങ്ങനെ വെച്ചിരുന്നു. അറിവുകൾ പരക്കട്ടെ.